ശരിക്കും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾ എങ്ങനെയാണ് ഇത്തരം ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തേണ്ട പല ചുമതലകളും ഇദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞത്? എന്തായിരുന്നു അതിന്റെ സാഹചര്യം? 28/6/2019 ഒരു ബോർഡ് ഉത്തരവ് പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അദ്ദേഹത്തിന്റെ അനുവാദം കൊടുത്തിരുന്നതാണ് അവിടുത്തെ വാതിൽ ഈ പറയപ്പെടുന്ന കതകിന്റെ പിന്നെ സ്വർണം പൂശുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും. അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇദ്ദേഹം നിലവിൽ അവിടെ ഉണ്ടായിരുന്ന വാതിൽ, അതായത് വിജയമല്യ സ്വർണം പൂശി സ്ഥാപിച്ചിരുന്ന വാതിൽ, ആ വാതിൽ സ്ഥാപിച്ച കാലം മുതൽ അത് അടയ്ക്കുന്നതിനും ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ആ വാതിലിന്റെ അടിയിലൂടെ എലി ഉൾപ്പെടെ അകത്ത് കയറുന്ന സാഹചര്യങ്ങളും ഉണ്ടായി. അപ്പോൾ പലപ്പോഴും അതിന്റെ പല അറ്റകുറ്റപ്പണികളും അതിന്റെ സൈഡ് അടിച്ചു ചലക്കുന്ന അതൊക്കെ ഒന്ന് ആ തൽസ്ഥിതിയിൽ, ശ്രീകോവിലിന്റെ വാതിലാണ് തൽസ്ഥിതിയിൽ ഉള്ള ആ വാതിൽ ശരിയാക്കുവാനൊക്കെയുള്ള പല പരിശ്രമങ്ങളും നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല. അതിനുശേഷമാണ് അപ്പോഴാണ് സ്പോൺസർ ഇത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ബോർഡിനെ സമീപിക്കുകയും അതനുസരിച്ച് 28/6/2019 ഇതിനെ ബോർഡ് അദ്ദേഹം അനുവാദം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം അതിനുശേഷം ചെന്നൈയിൽ നിന്ന് സ്ഥാപനത്തിൽ നിന്നും ഈ കതക് വാതിലുകളും ചെയ്ത് അദ്ദേഹം അവിടെ കൊണ്ടുവന്ന് വരികയും തിരുവാഭരണം കമ്മീഷണറെയും വിത്തിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ അതവിടെ സ്ഥാപിച്ച് അവിടെ ഉണ്ടായിരുന്ന പഴയ കതക്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കതക് ഇപ്പോൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശബരിമലയുടെ കാര്യങ്ങളിൽ ഇടപെടാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവിതാംകൂർ ദേവസ്വം മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നും വാർത്ത വരുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്ക് അറിയാമോ? ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ആണ് ഈ പറയപ്പെടുന്ന ഈ വിവാദപരമായ ഈ ദാരുപാലകന്മാരുടെയും അതേപോലെ തന്നെ ഈ കഥകിന്റെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തത്. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഈ മകരവിളക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കൊക്കെ അവിടെ ചില സദ്യ അതേപോലുള്ള ചില കാര്യങ്ങൾക്കൊക്കെ അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത സമയത്ത് പിന്നെ അദ്ദേഹം ഒരു സജീവമായ ഒരു കാര്യത്തിൽ ബന്ധപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിവാദമുണ്ടായപ്പോഴാണ്. ഇപ്പോൾ വീണ്ടും ഈ ദ്വാരപാലകന്മാരെ അവിടെ നിന്നും എടുത്തുകൊണ്ട് പോയി അത് പെയിന്റിങ് അത് വീണ്ടും കൂടുതൽ തിളക്കമുണ്ടാക്കാനുള്ള പ്രവൃത്തികൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. ഇത് അദ്ദേഹം ഈ ഉത്തരവുകളെല്ലാം തന്നെ അദ്ദേഹം സ്പോൺസറായിട്ടാണ് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. ശ്രീ ബൈജു, താങ്കളുടെ ഓർമ്മകൾ പരതിയിട്ട് ഒരു കാര്യം സത്യസന്ധമായി പറയണം. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് ഈ വാതില് ചെമ്പു വാതിലായിരുന്നു, അത് സ്വർണ്ണവാതിലായിരുന്നു? അത് സംബന്ധിച്ച് എനിക്ക് കൃത്യമായ വ്യക്തതയില്ലെങ്കിൽ കൂടിയും ഈ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇലക്ട്രോലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിംഗ് നടത്തുമ്പോൾ അവിടെ ഫ്രഷായ ചെമ്പുപാളി ഇതിൽ മാത്രമേ അവർക്കത് ചെയ്യുവാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇക്കാര്യവുമായി നേരത്തെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കടുത്തുരുത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ വളരെ കൃത്യമായിട്ട് ഇപ്പം അല്ലെങ്കിൽ അവർ ഇലക്ട്രോലൈസേഷൻ എന്ന് പറയുന്ന ഈ പ്രക്രിയ പ്രകാരം ചെയ്ത സാധനങ്ങൾ, ആ സാധനങ്ങൾക്ക് മാത്രമേ അവർക്ക് രണ്ടാമത് ആ പ്രവർത്തനത്തിലൂടെ സ്വർണം പൂശിയവർക്ക് മാത്രമേ രണ്ടാമത് അവർക്ക് അതിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുമെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ശബരിമല സന്നിധാനത്തിൻ്റെയും പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പോലും കേരള ഹൈക്കോടതിയുടെ ഇടപെടലുണ്ട്. ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് ബെഞ്ചുമുണ്ട്. ഹൈക്കോടതിയിൽ അറിയിക്കാതെയാണ് ഈ സ്വർണ്ണപ്പാളി എന്ന് പറയുന്ന പിന്നീട് ചെമ്പ് പാളിയായി രൂപപരിണാമം സംഭവിച്ച ഈ പാളി അവിടെ നിന്ന് കൊണ്ടുപോയത്. അത് ഹൈക്കോടതിയുടെ ഇടപെടലില്ലാതെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി തേടാതെ എങ്ങനെയാണ് ശ്രീ ബൈജു ഇതൊക്കെ ചെയ്യാൻ കഴിയുക? അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ അദ്ദേഹത്തിന് ശ്രദ്ധപ്പെടുത്തിയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും ദേവസ്വം നിയമം അനുസരിച്ചും ഭഗവാൻ മൈനർ ആയതുകൊണ്ട് ഭഗവാന്റെ ഗാർഡിയൻ നിയമപരമായി കോർട്ടാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് വർത്തമാനം പറയാനും സംസാരിക്കുവാനും കഴിയാത്തത് കൊണ്ട് ഭഗവാന്റെ സ്വത്തുക്കളുടെ, ദൈത്യയുടെ സ്വത്തുക്കളുടെ, മൂർത്തിയുടെ സ്വത്തുക്കളുടെ ഉത്തരവാദിത്തം കോടതിക്കാണ്.
ആ കോടതി ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടേണ്ടത് കോടതിയെ അറിയിക്കേണ്ടതും കോടതി ഇടപെടേണ്ടതും അത് ഭരണഘടനാപരമായ ബാധ്യതയുടെ ഭാഗമാണ്. ഇതിനു മുമ്പ് ശബരിമലയിൽ സ്വർണം പൂശിയ സമയത്തും ശബരിമലയുടെ ചോർച്ച സ്വർണ്ണപ്പാളികൾ മാറ്റി ചോർച്ച പരിഹരിക്കുന്ന സമയത്തും ഒക്കെ കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം തന്നെ ഭസ്മക്കുളവുമായി ഏറ്റവും അവസാനം ഭസ്മക്കുളവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമൊക്കെ കോടതി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ കമ്മീഷനുണ്ട്. ആ സ്പെഷ്യൽ കമ്മീഷൻ കാര്യത്തിൽ ഇടപെടേണ്ടതായിരുന്നു, അദ്ദേഹം അറിയിക്കേണ്ടതായിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ എന്തോ ഞാൻ അവിടെ നിന്ന് പുറത്തുകഴിഞ്ഞ ശേഷമാണ് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു കാര്യം കൂടി, അതായത് ഇന്നലെ നമ്മുടെ ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതായത് ശബരിമലയുടെ പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലെ അവസാന വാക്ക് തന്ത്രിയുടേതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾ പറയുന്നത് ശബരിമല അയ്യപ്പൻ മൈനർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംരക്ഷണം കോടതിക്കാണ് എന്നാണ്. അപ്പോൾ ഇത് തമ്മിലൊരു ഒരു സംഘട്ടമുണ്ട്, ഈ രണ്ടഭിപ്രായങ്ങൾ തമ്മിൽ. അതിൽ ഏത് ഭാഗത്താണ് താങ്കൾ നിൽക്കുക? ആചാരപരമായി അദ്ദേഹം ശബരിമല ക്ഷേത്രത്തിലെ ആചാരപരമായ കാര്യങ്ങൾ ദേവസ്വം മാനുവൽ അനുസരിച്ച് HRI ആക്ട് അനുസരിച്ച് ആചാരപരമായ കാര്യങ്ങൾ ക്ഷേത്രത്തിലെ ആചാരപരമായ കാര്യങ്ങൾ അവസാന വാക്ക് തന്ത്രിക്കാണ്. ഈ ശബരിമലയിൽ വേണ്ടാത്ത ചൂഷണങ്ങൾ നടക്കാതിരിക്കാനുള്ള എല്ലാ ഇടപെടലുകളും കഴിഞ്ഞ കുറച്ചധികം കാലമായി കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്തുന്നുണ്ട്. അപ്പോൾ കോടതിയുടെ കണ്ണ് വെട്ടിച്ച് ഈ സ്വർണ്ണപ്പാളി എന്ന് പറയുന്ന പിന്നീട് ചെമ്പുപാളിയായി മാറിയ ഈ പാളി അവിടുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാൻ സാഹചര്യം ഒരുക്കിയതിന് പിന്നിൽ ഈ പോറ്റിയെ പോറ്റി വളർത്തുന്നതിൽ മറ്റെന്തെങ്കിലും ദേവസ്വം ഭാരവാഹികൾ പ്രവർത്തിച്ചതായി താങ്കൾക്ക് സംശയമുണ്ടോ? അതൊക്കെ ഒരു വിശദമായ അന്വേഷണത്തിലൂടെ ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഓരോരുത്തരുടെ ഇടപെടലുകളുടെ സംബന്ധിച്ചൊരു വിശദമായ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ നമുക്കതിന്റെ പുറത്തു വരാൻ പറ്റൂ. ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാം. ഉണ്ണികൃഷ്ണൻ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സൗജന്യം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് 2019 മുതൽ 2025 വരെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തിയാൽ അത് വെളിച്ചത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ആരെങ്കിലും ചെയ്തുകൊണ്ട് ലക്ഷോപലക്ഷം അയ്യപ്പന്മാരുടെ ഇഷ്ടമൂർത്തിയായ അയ്യപ്പന്റെ ഭക്തന്മാരുടെയും ദേവസ്വം ബോർഡിന്റെയും താല്പര്യത്തിന് അത് പരിശോധിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരുടെയെങ്കിലും നേരെ ഉണ്ണികൃഷ്ണൻ ശബരിമല അയ്യപ്പന്റെ പേര് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സൗകര്യങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അല്ലാതെ പറയാൻ നമുക്ക് നിർവാഹമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി T. ബൈജു സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.